ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസിന് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പ്രാചീനമായ വളരെ പുരാതനമായ ഒരു കൃതിയാണ് അഷ്ടാംഗ ഹൃദയം. അതുപോലെ തന്നെ മറ്റൊന്നാണ് അഷ്ടാംഗ സംഗ്രഹം. ഇതൊക്കെ എഴുതിയത് ഏത് പുരാതന ഇന്ത്യൻ പ്രതിഭയാണ്? വാഗ്ഭടൻ. വാഗ്ഭടൻ ശരിയായ ഉത്തരവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെയ് 31 എന്തായിട്ടാണ്, ഏത് ദിനമായിട്ടാണ് മെയ് 31 ആചരിക്കുന്നത്? ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. കാശ്മീരിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. സൈനുൽ ആബിദീൻ. എന്തേ ഉള്ളൂ, പുതിയ പേര് കിട്ടുകൊടുക്കുക. സൈനുൽ ആബിദീൻ ആണ് കാശ്മീരിലെ അക്ബർ. ആരാ? സൈനുൽ ആബിദീൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ, ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? ഏഷ്യാനെറ്റ്. മലയാളത്തിലല്ല, ഇന്ത്യയിലെ ഏഷ്യാനെറ്റ് ആണ്. ശരിയായ ഉത്തരവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ശരിയായ ഉത്തരം. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. അത് നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഒന്നാം വട്ടമേശ സമ്മേളന കാലത്തിലെ ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. അന്താരാഷ്ട്ര നാണയനിധി IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, എവിടെയാണ് IMFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? വാഷിംഗ്ടൺ DC. ശരിക്കും IMF ഒരൊറ്റ ദിവസം കൊണ്ട് രൂപീകരിക്കപ്പെട്ടതല്ല. ഒരു കോൺഫറൻസ് നടന്നപ്പോഴാണ്, ബ്രെട്ടൻ വുഡ് എന്ന സ്ഥലത്ത് നടന്ന ബ്രെട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് IMF ഉണ്ടായത്. അന്നുണ്ടായത് IMF മാത്രമല്ല, മറ്റൊരു സംഘടന കൂടിയാണ്, വേൾഡ് ബാങ്ക്. ലോകത്താണ് അവര് ബ്രെട്ടൻ വുഡ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത്. ചോദ്യം അതായിരുന്നു, ബ്രെട്ടൻ വുഡ് സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നത്. ബ്രെട്ടൻ വുഡ് സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്ക്. ഓക്കെ, അവരുടെ രണ്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC. ശരിയായ ഉത്തരമാണ്. ഇനിഷ്യലുള്ള ഒരേ ഒരു സ്ഥലം. പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത്? ഏതാ? ഓർണിത്തോളജി. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് A.O. ഹ്യൂം. ഓർക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി രൂപീകരിച്ച A.O. ഹ്യൂം ആണ്. എങ്കിൽ ഇന്ത്യയുടെ ബേർഡ്മാൻ, പക്ഷി മനുഷ്യൻ, ഡോക്ടർ സലീം അലി. കേരളത്തിന്റെ ബേർഡ്മാൻ KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികളൊക്കെ എഴുതിയ ഇന്ദുചൂടൻ. ഒറിജിനൽ പേര് KK നീലകണ്ഠൻ എന്നാണ്. നീലകണ്ഠനും മോഹൻലാലിന്റെ കഥാപാത്രമാണ്, ഇന്ദുചൂടനും മോഹൻലാലിന്റെ കഥാപാത്രമാണ്. എങ്കിൽ സലീം അലിയുടെ ആത്മകഥ കൂടി പറയായിരുന്നെങ്കിൽ, ഒരു കുരുവിയുടെ പതനം, ദ ഫോൾ ഓഫ് എ സ്പാരോ. ഓക്കെ, ശരി. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ വനിത? രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ ആണ്. നിനക്കറിയില്ലേ? രാജ്കുമാരി അമൃത് കൗർ ആണ് ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. ശരി, നിഷാൻ, നിമ്പി മിണ്ടാതിരിക്കും, നിഷാൻ പറയും. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയ ആദ്യത്തെ വനിത? ലക്ഷ്മി എൻ മേനോൻ. ശരിയായ ഉത്തരവാണ്. ലക്ഷ്മി എൻ മേനോൻ ശരിയാണ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ്? 24 ക്യാരറ്റ് ആണ് ശുദ്ധമായ സ്വർണം. നമുക്ക് പൊതുവെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് 22 ക്യാരറ്റ്. 22 ക്യാരറ്റ് സ്വർണത്തിന് വേറെന്തോ പേരുണ്ടല്ലോ? 916 ഗോൾഡ്. പരസ്യത്തിലൊക്കെ കേൾക്കാറില്ലേ? 916 ഗോൾഡ് എന്നാണ് പറയുന്നത്. അതായത് 1000 ഗ്രാമിൽ 916 ആയിരിക്കും സ്വർണ്ണം ഉള്ളത്. അതാണ് 22 ക്യാരറ്റ്. BIS ഹോൾമാർക്ക് മുദ്ര. എന്താ BIS? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. യെസ്, BIS ഹോൾമാർക്ക് എന്നാണ് സ്വർണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ, പ്യൂരിറ്റി പറയുമ്പോൾ അത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. വെരി ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ്, അലഹബാദ് പ്രശസ്തി. ഒരു വളരെ പ്രശസ്തനായ ഇന്ത്യയിലെ രാജാവിനെ, അദ്ദേഹത്തെ കുറിച്ചുള്ള നേട്ടങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒന്നാണ് അലഹബാദ് പ്രശസ്തി. ഏത് രാജാവ്? സമുദ്രഗുപ്തൻ. ശരിയായ ഉത്തരം. നിഷാൻ, സമുദ്രഗുപ്തന് മറ്റൊരു വിളിപ്പേരുണ്ട്. പോടാ, ഇന്ത്യൻ നെപ്പോളിയൻ. ഒറ്റ യുദ്ധത്തിലെ പുള്ളി തോറ്റിട്ടുള്ളൂ. ഇന്ത്യൻ നെപ്പോളിയൻ ആണ് സമുദ്രഗുപ്തൻ. വാട്ടർലൂ പോലെ യുദ്ധത്തിലാണ് തോറ്റേ. കാരണം സമുദ്രഗുപ്തനാണല്ലോ. വാട്ടർലൂവിൽ തോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലഹബാദ് പ്രശസ്തി സമുദ്രഗുപ്തന്റെ നേട്ടങ്ങളാണെന്ന് പറഞ്ഞു, ഇന്ത്യൻ നെപ്പോളിയൻ ആണെന്ന് പറഞ്ഞു. ഈ അലഹബാദ് പ്രശസ്തി എഴുതി തയ്യാറാക്കിയത് ആരാണ്?
തെറ്റ്. ഹരിസേനൻ. സമുദ്രഗുപ്തന്റെ സദസ്സിലുള്ള പ്രശസ്തനായ കവിയാണ്. പേര് ഹരിസേനൻ. ഹരിസേനൻ. ശരിയായ ഉത്തരം. നിഷാനോട് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി. വിദ്യുത് ശക്തി മന്ത്രി. യെസ്, വിദ്യുത് ശക്തി മന്ത്രി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ശരിയായ ഉത്തരവാണ്. എങ്കിൽ വീണ്ടും ഒരു ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണല്ലോ. വിദ്യാഭ്യാസം കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹകരണ വകുപ്പ് മന്ത്രി. ശരിയായ ഉത്തരം. ഇപ്പൊ ഞങ്ങളുടെ മന്ത്രി, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ ഇപ്പോഴും? എം പി രാജേഷ്. എങ്കിൽ ആരായിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്? പി കെ ചാത്തൻ അല്ലെങ്കിൽ ചാത്തൻ മാസ്റ്റർ. ശരിയായ ഉത്തരവാണ്. പി കെ ചാത്തൻ പഠിക്കുക. അടുത്ത ചോദ്യം. ഓക്കെ, പി കെ ചാത്തൻ. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സ്വാഭാവികമാണ്. അരുണാചൽ പ്രദേശ് കുന്നും മലയും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കുറവായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ജനസംഖ്യ കുറഞ്ഞതാണെങ്കിലോ? സിക്കിമാണ്. ജനസംഖ്യ കുറവ് സിക്കിമാണ്. ജനസാന്ദ്രത കുറവാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയതോ? ബീഹാറാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം. ജനസംഖ്യ ഏറ്റവും കൂടിയതോ? ഉത്തർപ്രദേശാണ്. ശരി. വലിപ്പം ഏറ്റവും കൂടിയത്? വലിപ്പം കൂടിയ സംസ്ഥാനം രാജസ്ഥാൻ. വലിപ്പം ഏറ്റവും കുറഞ്ഞത് ഗോവയാണ്. അതും ശരി. നെക്സ്റ്റ്, ഇബാദത്ത് ഖാന. മുഗൾ ഭരണകാലത്തുള്ള ഒരു നിർമ്മിതിയാണ് ഇബാദത്ത് ഖാന. ആരാണ് നിർമ്മിച്ചത്? അക്ബർ. ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന അക്ബർ ചക്രവർത്തിയാണ് ഇബാദത്ത് ഖാന നിർമ്മിച്ചത്. അദ്ദേഹം ഒരു പുതിയ തലസ്ഥാന നഗരി തന്നെ പണിതു, അക്ബർ. അവിടെയാണ് ഇബാദത്ത് ഖാന നിർമ്മിച്ചത്. ഫത്തേപൂർ സിക്രി is the right answer. നിഷാൻ എങ്ങനെയൊക്കെയോ ശരിയാക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്. നിഷാൻ, സലീം എന്നുള്ളത് ഒരു മുഗൾ രാജാവാണ്. നമുക്കത് അദ്ദേഹത്തെ അറിയാത്തത് വേറൊരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സലീം. ജഹാംഗീർ. അക്ബറിന്റെ മകൻ കൂടിയായ ജഹാംഗീറിന്റെ പേരാണ് സലീം. ജഹാംഗീർ ആണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പരാതി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി. അതിന്റെ പേര് പറയാം? ന്യായച്ചങ്ങല. ശരിയായ ഉത്തരമാണ്. വെരി ഗുഡ്. താജ്മഹൽ പണിത മുഗൾ രാജാവ് ഷാജഹാൻ. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ രാജാവ് ഷാജഹാൻ. മയൂര സിംഹാസനം ഉണ്ടാക്കിയ മുഗൾ രാജാവ് ഷാജഹാൻ. ചോദ്യം ഇതാണ്, ഒരു കാര്യം കൂടി ഉണ്ട്. മകനാൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ. ഷാജഹാൻ. മാസ്റ്ററിനെ പഠിപ്പിക്കും. സന്തോഷമായോ നിഷാൻ? ഇച്ചിരി സന്തോഷമായോ? എടാ എങ്കിൽ പറ, താജ്മഹൽ നിർമ്മിച്ച ശില്പിയുടെ പേര്? മുഹമ്മദ് ഈസ. ആരാ? മുഹമ്മദ് ഈസ. ശരിയായ ഉത്തരവാണ്. അടുത്തത്, ഗാന്ധാരം. ഒരു രാജ്യമാണ്. ഗാന്ധാരത്തിലെ രാജകുമാരിയുടെ നിങ്ങൾക്ക് അറിയാം? ഗാന്ധാരി. ഗാന്ധാരിക്ക് എത്ര മക്കൾ നിഷാൻ? 100 മക്കൾ. 101 ദുശ്ശള, ഒരു വനിത. അതറിയാലോ. കൗരവരെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് കൗരവർക്ക് 100 മക്കൾ. അവരുടെ സഹോദരി ആരെന്ന് ചോദിച്ചാൽ ദുശ്ശള. ഓർത്തു വെക്കണം. 100 മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുടത്തിലാക്കി അവസാനം അവശേഷിച്ചതെല്ലാം കൂടെ ചേർത്ത് മറ്റൊരു കുടത്തിൽ വിട്ടു. അങ്ങനെ നമുക്കൊരു സഹോദരിയും കിട്ടി. അതാണ് ദുശ്ശള. ചോദ്യം ഇതാണ്, ഗാന്ധാരം എന്നുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയിലല്ല, അഫ്ഗാനിസ്ഥാനിലാണ്. എന്താണ് ഗാന്ധാരത്തിന്റെ പുതിയ പേര്? കാണ്ഡഹാർ. ശരിയായ ഉത്തരവാണ്. കാണ്ഡഹാർ. ഇനി നിഷാന് ഞെട്ടിക്കുന്ന ചോദ്യങ്ങൾ. നിഷാൻ, കർണാടക സംഗീതത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചതാണ്, 6 കാലങ്ങളിലും പാടാൻ ശേഷിയുള്ള ഒരു പ്രശസ്തനായ സംഗീതജ്ഞനുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാർ. കോട്ടയംകാരനാണെന്ന് അറിയാം. കർണാടക സംഗീതത്തിന്റെ പിതാവാരാ? തെറ്റ്. പുനയല്ല, പുരന്ദരദാസൻ. ആരാ? എന്തോന്നടാ, കർണാടക സംഗീതത്തിന്റെ പിതാവിനോടാണോ? പുരന്ദരദാസൻ. ക്ഷമിക്കണം. അത് തന്നെ, വലിയൊരു ആചാര്യനാ. ഇതിന്റെ ദേശീയ ക്രിസ്ത്യനോടുള്ള ദേശീയം അവിടെ പ്രകടിപ്പിക്കുന്നത് പുരന്ദരദാസ്. കർണാടക സംഗീതത്തിന്റെ പിതാവാരാ? പുരന്ദരദാസ്. അങ്ങനെയാണെങ്കിൽ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെ? ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ. ഓക്കെ, വെരി ഗുഡ്. ശരിയായ ഉത്തരവാണ്. ഒരു ചോദ്യം കൂടെ. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം? 1895. ശരിയായ ഉത്തരമാണ്. ആരാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി? ജോൺ പെനിക്വിക്ക്. അപ്പോൾ ശരി.
അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിബിക്ക് പാടായിരുന്നു. അല്ല, ഞാനാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത്. എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ആഴ്ച മുഴുവൻ ക്വിസുകളും വരുന്നുണ്ട്. എല്ലാത്തിനും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ഇതാണ് ഇന്ത്യയാണ്. ഞങ്ങളുടെ കോഴ്സ് തുടങ്ങി ഒക്ടോബർ വരെ അഡ്മിഷൻ ഉണ്ട്. വേഗം ചെയ്യുക. ഈ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ, യെസ്, ഇത് നിബിന്റെ അക്കൗണ്ട് നമ്പർ ആണ്. ഇതിലേക്ക് നിങ്ങൾ 500 രൂപ അയച്ചാൽ നമ്മുടെ ഇതാണ് എന്റെ ഇന്ത്യ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഒക്കെ തുടങ്ങി നമുക്ക് ഒരുമിച്ച് രസകരമായി പഠിക്കാവുന്നതാണ്. ഇന്ത്യ അറിയാവുന്നതാണ്. അപ്പോൾ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം നിബി.